എന്ന് ഞാൻ ഈ ചായ കുടിച്ച് നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടും തോറും ചായയുടെ രുചിയും കൂടും. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറാണ്. അപ്രത്യക്ഷമായുള്ള യാത്രകളാണല്ലോ എൻ്റെ വ്ളോഗ്. അപ്പോൾ ഞാനിന്നിവിടെ നിൽക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാറിൽ നിന്ന് നേരെ വട്ടവടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ വട്ടവട ചെന്നിട്ട് കാണാം, പോകുന്ന റൂട്ടും കാണാം. എൻ്റെ ചായ കുടിക്കാൻ തോന്നുന്നു, അവൻ ഇങ്ങോട്ട് കിടന്ന് ഓടുന്നുണ്ട്. എൻ്റെ മോനെ, നീ വല്ല ചക്കയും തിന്നവിടെ നിന്നു. വട്ടവടയുടെ എൻട്രൻസിലോട്ട് എത്തിയിരിക്കുകയാണ്. എന്താ പറയുക, ചെക്ക് പോസ്റ്റൊക്കെ എത്തി. എൻ്റെ എന്താ പറയുക, സത്യം പറയുന്നല്ലേ, ഈ വട്ടവടയിലോട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഒരിതാണ്. എന്തൊക്കെയോ ഞാൻ ഒരു വട്ടം വന്നിട്ടുള്ളൂ, എന്നാൽ പോലും പിന്നെയും വട്ടവടയിലോട്ട് വരാൻ നേരത്ത് ഒരു സന്തോഷമാണ്. ആ ഒരു ഗ്രാമ ഭംഗിയും അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുത് എന്നൊക്കെയുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഞാനിപ്പം എത്തി. ഒരു ചായ കുടിക്കാൻ നേരം നിർത്തണം എന്ന് തോന്നി, പക്ഷെ എങ്ങനെ നിർത്തിയില്ല. അന്ന് അവിടെ വെച്ച് ചായ കുടിച്ചാൽ, അന്നല്ല, ഒരു 1 മണിക്കൂർ മുമ്പ് ചായ കുടിച്ചതാണ്. പക്ഷെ ഇങ്ങോട്ട് ഒരു സത്യത്തിൽ ചായയും കാപ്പിയും കുടിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഫുൾ ടൈം ഈ ഹൈ റേഞ്ച് കയറി കഴിഞ്ഞാൽ ചായ കുടിക്കാനും കാപ്പി കുടിക്കാനായിട്ടുള്ള തോന്നലാണ്. വളരെ രസമാണ് ഇങ്ങനെ ഈ ഹൈ റേഞ്ചിൽ ആ തണുപ്പും അതിൻ്റെ കൂടെ ഒരു ചായയും. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് മാഗി. ഒരു മാഗിയും കൂടെ കഴിച്ച് കഴിയുമ്പോൾ അടിപൊളിയാണ്. ശരി, അപ്പോൾ നമുക്ക് വട്ടവടയിലേക്ക് പോകാം. അപ്പം നമ്മൾ വട്ടവട എത്തിയിരിക്കുകയാണ്. വട്ടവടയിൽ ഡ്രീം വാലി റിസോർട്ടിലാണ് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ അല്ല, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി പോകുന്ന രീതിയിലാണ്. കാരണം എന്ന് വെച്ചാൽ 6000 രൂപയാണ് ഒരു റൂമിൻ്റെ റേറ്റ് വരുന്നത്. ഡീലക്സ് റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂള്. പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളല്ല, എല്ലാവർക്കും കൂടി ഒരു സ്വിമ്മിംഗ് പൂളേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ ഇപ്പോൾ കണ്ടുള്ളൂ. നാളെ രാവിലെ ഇവിടേക്ക് ഒന്ന് പോകുമ്പോൾ ഞാൻ കാണിക്കാം എത്ര ഉണ്ടെന്നുള്ളത്. പിന്നെ ടെൻറ്റ് ഹൗസ് ഉണ്ട്, അതല്ലാതുള്ള കോട്ടേജ് ഉണ്ട്. അത് 2-3 ഫാമിലി ഒന്നിച്ച് വരുവാണെങ്കിൽ ഏകദേശം 20,000-25,000 ആണ് ആ കോട്ടേജിൻ്റെ റേറ്റ് വരുന്നത്. 2-3 ഫാമിലിയൊക്കെ ഒന്നിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെറ്റർ ആ കോട്ടേജ് തന്നെയായിരിക്കും. അപ്പം വട്ടവട ഞങ്ങൾ അങ്ങനെ കയറി ഏറ്റവും ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് അവിടെയാണ് ഈ ഡ്രീം വാലി റിസോർട്ട് ഇരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ നൈറ്റ് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഒരു 7:30 ആകുമ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരിക്കും. ആ ക്യാമ്പ് ഫയറും നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. അതെ, അവിടെ കിട്ടുമായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മേളിൽ കണ്ട റൂം ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് അവിടെ നിന്ന് ഞങ്ങൾ സംസാരിച്ച്, ഞങ്ങൾ 3 പേരും സെയിൽസ് ഉള്ളവരായതുകൊണ്ട് സംസാരിച്ച് വീഴ്ത്തിയ അവസാനം ആ റേറ്റിൽ തന്നെ ഒരു ടെൻറ്റ് ഹൗസ് എടുത്തു. പക്ഷെ അടിപൊളി കേട്ടോ, കയറി കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ ടെൻറ്റ് ഹൗസിലോട്ടുള്ള യാത്രയിലാണ്. മറ്റേത് ഇവിടെ ഇങ്ങനെയൊന്നുമില്ല, നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അതുകൊണ്ട് ക്യാമ്പ് ഫയറിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ റൂമിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സാറ് മുന്നിൽ പോകുന്നുണ്ട്. പിന്നെ കിരൺ അവിടെ ഫോൺ വിളിച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടെൻറ്റ്. നമ്മൾ വിചാരിച്ച പോലെ അല്ല, അകത്ത് മറ്റേതിനേക്കാളും ലക്ഷറിയാണ്. കാണിച്ചു തരാവേ. ഇതുണ്ട്, ഫാനുമുണ്ട്. സത്യം പറഞ്ഞാൽ ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല, അവിടെ AC ഇല്ല, ആ മുറി ഒന്നുമില്ല. ഇവിടെ അതിൻ്റെ AC യുടെ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ടെൻറ്റ് ഹൗസ്. കണ്ടോ, ടെൻറ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു വെറും ടെൻറ്റായിരിക്കും. പക്ഷേ നല്ല അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഞാനുണ്ട്, സാറുണ്ട്, കിരണുണ്ട്. ഇപ്പം ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങളൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അപ്പം എന്തായാലും സാറ് പറഞ്ഞു എന്നാൽ പിന്നെ നേരെ മൂന്നാർ പോകാം, മൂന്നാർ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വർക്കിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. ഞങ്ങൾ ഈ ടെൻറ്റിലോട്ട് മാറി കഴിഞ്ഞപ്പം ആ റൂമിൽ വെച്ച് കണ്ടതിൻ്റെ ഒരു എന്താ പറയുക, ആ എൻസൈറ്റി ഇങ്ങനെ അങ്ങ് മാറി കുറച്ച് സന്തോഷം വന്നു. കിരണൊക്കെ ചിരിക്കാൻ വരെ തുടങ്ങി. മറ്റേ അങ്ങനെയല്ലായിരുന്നു. അടിപൊളിയാണ് ഈ സെറ്റപ്പ്, കൊള്ളാം.
വൈകിട്ടത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. മിക്സഡ് ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, ബീഫ് ഫ്രൈ, ഗാർലിക് ചിക്കൻ. അങ്ങനെ ഈ ഫുഡും കൂടെ കഴിക്കണം. തണുത്തിട്ടെ ഒരു രക്ഷയില്ല. ഹായ്, അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. നല്ല ക്ലൈമറ്റാണ് ഇവിടെ. എന്താ പറയാ, ചെരുപ്പില്ലാതൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ശരീരം ഒന്ന് ചൂടാക്കിയിട്ട് വേണം തണുത്ത മരം വെച്ച് സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടാൻ. അവിടെ എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരെയും റെഡി ആക്കണം. പക്ഷേ ഈ തണുപ്പത്ത് അവർ ചാടുമോയെന്ന് അറിയത്തില്ല. എന്നാലും അവരെയും കൊണ്ട് ചാടിച്ച് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ചാടി ആ ഒരു മൂന്നാറിൻ്റെ ആ ഒരു തണുപ്പൊന്നറിയട്ടെ. അപ്പോൾ നേരെ ചായ കുടിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിലിട്ട് പോകാം. ശരിച്ചാണ്, നിന്നെ കാണത്തില്ല. അത് ഇത്ര കാശ് കൊടുത്തെടുത്തല്ലേ. ഇതൊക്കെ പൂ പോലെ എനിക്ക് ഏതായാലും മതി. അതെയല്ലോ വെള്ളം ഒഴിക്കുന്നുണ്ടോ? ചായ കുടിച്ചിരിക്കുക. ചായ എല്ലാം കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയിട്ട് ശേഷം നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ പൂളിലൊക്കെ പോയി ഒന്ന് തണുത്ത് മരച്ച് വന്ന് പിന്നെ ഒന്ന് കുളിച്ച് എന്നിട്ട് ഈ പറഞ്ഞ റിസോർട്ടൊക്കെ ഒന്ന് കാണിക്കണ്ടേ നിങ്ങളെ. അല്ലെങ്കിൽ ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്നിട്ട് നിങ്ങളെയൊക്കെ കാണിക്കുമ്പോൾ ശരിയല്ലല്ലോ. ഇവിടെ എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഈ ഡ്രീം വാലി റിസോർട്ട് മൊത്തം നിങ്ങളെ കാണിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഞാനിതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് മേലോട്ട് കയറി വേണം പോകാൻ. ഇപ്പം ഇതാണ് ഇതിൻ്റെ താഴെ നല്ല രസമാണ്. ഇത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വട്ടവടയും മൂന്നാറും അതിൻ്റെ ഭംഗിയെപ്പറ്റി നിങ്ങളോട് ഞാൻ എന്താണ് പറഞ്ഞു തരിക. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് കണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഒപ്പം ഈ ഒരു ക്ലൈമറ്റും ചെറിയൊരു ചൂടും, എന്താ പറയുക, സൂര്യൻ അടിക്കുമ്പോൾ ചെറിയൊരു ചൂടും പിന്നെ ഈ പ്രദേശത്തെ ആ ഒരു തണുപ്പും കൂടെ ചേരുമ്പോൾ നല്ല രസമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് താഴ്ഭാഗം എന്ന് പറഞ്ഞില്ലേ. അല്ലാണ്ട് ആ കാണുന്നതാണ് ഞങ്ങളുടെ ടെൻറ്റ്. അതുകൊണ്ട് കിരൺ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നുണ്ടോ. ഇതുണ്ടല്ലേ ഡ്രീം വാലി എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. അപ്പം ടെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഇന്നലെ കാണിച്ചു തന്നിരുന്നു. പിന്നെന്താ പറയുക, പിന്നെ ഇവിടെ ഏറ്റവും താഴെ 2 ടെൻറ്റുണ്ട്. കണ്ടോ, 2 ടെൻറ്റ്. താഴെ നിന്ന് മുകളിലോട്ട് കയറി റീൽസ് എടുക്കുന്നവർക്കും വീഡിയോ എടുക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി സ്പോട്ടാണ് ഇവിടെ. ഈ എന്താ പറയുക, നല്ല സൈഡിൽ 2 പൂക്കളും ചെടികളും ഒക്കെ വെച്ച്. എല്ലാ റിസോർട്ടിലും ഇതൊക്കെ തന്നെ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു റിസോർട്ടിൽ താമസിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പുതിയൊരു കാഴ്ച. നേരെ ഞങ്ങളുടെ റൂമിലോട്ട് പോകാം. ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. കണ്ടോ, സാറ് എഴുന്നേറ്റിട്ടില്ല. സാറ് ഇപ്പോഴും നല്ല ഉറക്കം. ഇവർ എഴുന്നേറ്റിട്ട് ഇനി സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ആയിരുന്നു ഇന്നലെ ക്യാമ്പ് ഫയർ നടത്തി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് കയറിപ്പോയി ഉണ്ട്. മരം കണ്ടോ, അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്ക് സെറ്റപ്പ് ഉണ്ട്. കുട്ടികളുള്ളവർക്ക്, കളിക്കുന്ന പ്രായ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ്. രാവിലെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി. നല്ല കണ്ടല്ലേ, അത്യാവശ്യം അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ റിസോർട്ടിലൊന്നും താമസിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, സത്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു റിസോർട്ടിൽ താമസിക്കുന്നതും. പിന്നെ ഒരു റിസോർട്ട് ഞാൻ ആദ്യം അതിൻ്റെ എൻട്രൻസ് കേട്ടുള്ളത് ഞങ്ങളുടെ സ്ഥലത്തുള്ള കോണ്ടൂർ റിസോർട്ടിലാണ്. എന്തെങ്കിലും കേറ്ററിങ് വരുമ്പോൾ അവിടെ ആയിരിക്കും പോവുക. പിന്നെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ. പക്ഷേ ആ ഒരു ഫീലല്ല ഇവിടെ. ശരിക്കും ആ റിസോർട്ടിൻ്റെ ആ ഒരു ഫീൽ ഇവിടെയാണ് എനിക്ക് കിട്ടുന്നത്. അന്ന് വൈഫുമായിട്ട് പോയാലോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് പോയാലോ ഏതെങ്കിലും ഹോട്ടലിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ റൂം എടുത്ത് താമസിക്കുക, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്.
കാരണം ഇതിനെപ്പറ്റി എനിക്ക് അറിവില്ലാത്തതുകൊണ്ട്. കാരണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ജീവിതത്തിൽ കാണാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന എടുക്കുന്ന ഒന്നുമല്ല ലൈഫ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സുഖങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിക്കൊണ്ട് വരുന്നത്, ഫീൽ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഈ ഒരു റൂമിൽ താമസിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭാഗ്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സ്വിമ്മിംഗ് പൂളിലോട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ, ഇതുവരെ ആരും എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റ ഒരാൾ കിരണാണ്. അവന് തണുപ്പ് കാരണം ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ ഇവനോട് പറഞ്ഞു, എടാ തണുപ്പത്ത് കണ്ടല്ലോ ചിരിക്കുന്നുണ്ടല്ലേ, ഞാൻ അപ്പോഴും ഇവനോട് പറഞ്ഞു, എടാ തണുപ്പത്ത് നീ വാ, ആ തണുത്ത് വരച്ച് സിമ്പിളോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കിനും ശരീരത്തിൽ നിന്ന് സ്വയം ഈ പറഞ്ഞ ഹീറ്റ് ബോഡി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്നൊരു സുഖം വേറെയാണെന്ന് ഇവനോട് പറഞ്ഞിട്ട് ഇവന് മനസ്സിലാകുന്നില്ല. ഇവനെ എങ്ങനെയെങ്കിലും ഞാൻ അവിടെ കൊണ്ടുപോകും, ഇവനെ വെള്ളത്തിൽ ചാടിച്ചിരിക്കും. മുട്ട പുഴുങ്ങിയതുണ്ട്, ഏത്തക്കയുണ്ട്, പൂരിയുണ്ട്, മസാലയുണ്ട്, പുട്ടുണ്ട്, കടലക്കറിയുണ്ട്, പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ട്, തണ്ണിമത്തങ്ങയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കഴിക്കാൻ. അങ്ങനെ ഞാനും സാറും കൂടെ, കിരണ വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതാ കിരണ കാണിക്കുന്നത്, ഞാനും സാറും കൂടെ ഞങ്ങൾ രണ്ടുപേരും പുട്ടാണ് എടുത്തത്. പുട്ടും മുട്ടയും കടലക്കറിയും പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും എത്ര എടുത്ത് കഴിച്ചു. പറഞ്ഞില്ലേ സ്വിമ്മിംഗ് പൂളിലോട്ട് വരുമെന്ന്. അതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ നിൽക്കുന്നതിൻ്റെ കോലം കണ്ടോ. നാട്ടിലെ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകുന്ന പോലെ തോർത്തും മുണ്ടൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. ഇവിടെ ബാക്കിയുള്ളവർ കണ്ട് എന്ത് വിചാരിക്കും നമ്മൾ നോക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മളിങ്ങനെ കുളിക്കുന്നു, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മളിത് അക്സെപ്റ്റ് ചെയ്താൽ ഇവിടെ വന്നേക്കുന്നത്. ഇങ്ങനെ കാര്യം ഇവിടെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഊരി എണ്ണയൊക്കെ തേച്ച് കുളിച്ചാലതെ ഞാൻ ആലോചിക്കുന്നത്. കിരൺ ഇറങ്ങുന്ന പക്ഷേ കിരൺ ഇറങ്ങില്ല കേട്ടോ, അവന് പേടിയാന്ന് പറയുന്നത്. ആഴെങ്കിൽ ആഴമാണെന്ന് പറയുന്നത്, മുങ്ങിപ്പോകുന്ന പറയുന്നത്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ എന്ന് കാണിച്ചാൽ കിരൺ നമ്മുടെ ഈ ഇവിടെ നമ്മള് കാന്തല്ലൂര് പോവില്ലേ, ഇവിടെ മറയൂർ പോണ വഴിക്ക് നമ്മളൊരു വെള്ളം അറിയാമോ. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടുമെന്ന് പറഞ്ഞാൽ ചാടും, ആരും ഇല്ലെങ്കിലും നമുക്ക് വൈബാണ്. ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ പഠിക്കുന്നവൻ ജീവിതത്തിൽ എപ്പോഴും രക്ഷപ്പെടും. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവൻ ചാടിയില്ല, പക്ഷെ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചാടും. കൂടെ ഉള്ള എല്ലാവരും എന്നെ നോക്കണം. എന്നെ താഴെ റെസ്റ്റോറൻറ്റ്, അവരെല്ലാം നോക്കും. കൊച്ചുകൊളുപ്പം കാലത്ത് ഈ മൂന്നാറിൽ ഈ വട്ടവടൽ ഈ തണുപ്പത്ത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കൂസലും ഇല്ലാതിരിക്കുന്ന ഒരുത്തിനെ കണ്ടിട്ട് എല്ലാവരും നേരെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളൊരു കാര്യം നിങ്ങളോട് വേണ്ടി ചെയ്ത് കാണിക്കുന്ന പറഞ്ഞാൽ ചെയ്ത് കാണിച്ചിരിക്കും. അത്ര വലിയ തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും തണുപ്പാണെന്നാണ് പറയുന്നത്. പക്ഷെ കൊള്ളാം. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇനി സ്വിമ്മിംഗ് പൂളിൽ നേരെ കയറി പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഈ റീവാലി റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ്. വെക്കേറ്റ് ചെയ്തിട്ട് ഇനി ബാക്കി സ്ട്രോബെറി തോട്ടങ്ങൾ കാണണം, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒന്ന് പോയി കറങ്ങി അടിച്ച് തിരിച്ച് രാത്രി ആകുമ്പോഴത്തേക്കിന് വീട്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുന്ന പുറകെ തന്നെ കാണാം. റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാം അടച്ച് ഇറങ്ങി, അതങ്ങനെ ഇട്ടാൽ മതി, വൃത്തിയാക്കിക്കോളും. അപ്പോൾ ഞങ്ങളത് ഇറങ്ങട്ടെ. ഇനിയും അതെ, സാറിൻ്റെ ചെരുപ്പ് രാത്രി പട്ടി അടിച്ചുകൊണ്ട് പോയി. ഞങ്ങളിതിലെ ശരി പട്ടിയാണോ കുരങ്ങനാണോന്ന് അറിയത്തില്ല. എന്തായാലും എൻ്റെ ചെരുപ്പുണ്ടായിരുന്നു, കിരണിൻ്റെ ചെരുപ്പുണ്ടായിരുന്നു, സാറിൻ്റെ മാത്രമേ അടിച്ചുകൊണ്ട് പോയുള്ളൂ. എന്നാലും അത് ആരാണെന്ന് അറിയണമല്ലോ. ഇവിടെ മുഴുവൻ ഞങ്ങളിവിടെ തപ്പി കിട്ടിയില്ല കേട്ടോ. ഒരെണ്ണം ഇട്ടിട്ട് ബാക്കി ഒരെണ്ണം മാത്രമേ. സാർ ആ ഒരെണ്ണം ഇടുന്നില്ല, അല്ലെങ്കിൽ KPC ഇട്ട് കിടക്കുന്ന പോലെ നടക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് സാറത് ഇട്ടില്ല. ഞങ്ങളെന്നാ റൂമൊക്കെ ലോക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. മലയാളം എൻട്രി ഒരാൾക്ക് 50 നമുക്ക് അവിടെ നമുക്ക് മ്യൂസിക്കിൻ്റെയും പിന്നെ ഹൊറർ പിന്നെ മൂന്ന് സംഭവങ്ങളുണ്ട്. അത് നമുക്ക് 3D ആയിട്ട് കാണിച്ചു തരും. അവിടെ കയറുന്ന ആൾക്ക് പറഞ്ഞ് ഫ്രീ ആണ്. തേനീച്ചയുടെ മറ്റേ എക്സ്പ്ലെയിൻ ചെയ്തുതരാമേ.
നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു തേനീച്ചക്കൂടാണ്. ഈ തേനീച്ചക്കൂട്ടില് 3 ടൈപ്സിലുള്ള ബീസുകളാണ് ഉള്ളത്. മെയിൽ ബീസ്, ഫീമെയിൽ ബീസ് ആൻഡ് ഇമ്പോർട്ടന്റ് ക്യൂൻ ബി. ഈ കൂട് നിർമ്മിക്കുന്നതും കൂടിനെ സംരക്ഷിക്കുന്നതും തേന് പൂമ്പൊടികളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഫീമെയിൽ ബീസുകളാണ്. ഫീമെയിൽ കൊണ്ടുവരുന്ന തേനും പൂമ്പൊടിയും കഴിച്ചു തീർക്കലാണ് മെയിലിന്റെ പണി. ഈ കൂട്ടിലെ ഒരു മടിയന്മാരെന്നാണ് മെയിലിനെ വിളിക്കുന്നത്. ഇത് റാണിയുമായിട്ട് മെയിറ്റ് ചെയ്യുന്നതോടെ മെയിൽ ബീസ് ഡെത്ത് ആവുകയാണ് ചെയ്യുക. ക്യൂൻ ബി ഒരു ദിവസം 2000 എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടാകും. അങ്ങനെ എഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അങ്ങനെ ഇല്ല എന്ന് ഫീമെയിലിന് തോന്നിക്കഴിഞ്ഞാൽ ഫീമെയിൽ തന്നെ അവരെ കൊന്നിട്ട് വേറെ ക്യൂവിനെ അവർ സെലക്ട് ചെയ്തെടുക്കും. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫീമെയിൽ ബീസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ബീസിന്റെ പല ഹോർമോണുകൾ ചേർന്നുണ്ടാകുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ല്. ആ റോയൽ ജെല്ല് അവരിങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് നോക്കി ഫീഡ് ചെയ്ത് ഒരു 16 ദിവസം കഴിയുമ്പോൾ അതിൽ നിന്നൊരു എഗ് പ്രൊഡ്യൂസ് ആകും. അങ്ങനെയാണ് അവർ ക്യൂവിനെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇവർ ഹണി എടുക്കാൻ പോകുന്ന ടൈമിൽ ഇവരുടെ ടോക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സിലുള്ള ഡാൻസിങ് മെത്തേഡാണ്. പൂക്കളിന്റെ ഒക്കെ അടുത്ത് തേനുള്ളപ്പോൾ അവർ റൗണ്ട് ഷേപ്പിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫുഡ് കുറച്ച് ദൂരെയാണെങ്കിൽ 8 ഷേപ്പിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു നോയ്സിങ് സൗണ്ട് കേൾക്കുന്നില്ലേ? ആ സൗണ്ട് ഒരു ദിവസം 1 മിനിറ്റിൽ 11,400 തവണയാണ് അവരുടെ ആ വിങ്സ് വെച്ച് അവരടിക്കുന്നത്. നമ്മളെ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് ഫീമെയിൽ ബീസുകളാണ്. ഫീമെയിൽ നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിൽ ഡെത്ത് ആവുകയാണ് ചെയ്യുന്നത്. മെയില് ഫീമെയിലെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 2 മന്താണ്. റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടാണ് റാണി തേനീച്ച 5 വർഷം ജീവിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു തേനീച്ചക്കൂട്ടിൽ നടക്കുന്ന പ്രോസസ്സിംഗ്. ഇത് ചെറിയൊരു വിഷ്വൽ ഉണ്ട്, അത് കണ്ടിട്ട് നെക്സ്റ്റ് ചെയ്യും. അങ്ങനെ പോകാം. വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മളങ്ങനെ ഹണി മ്യൂസിയം കണ്ടു. ഹണി മ്യൂസിയത്തിൽ ഒരാൾക്ക് എൻട്രി ഫീസ് പറഞ്ഞ 50 രൂപയാണ്. അതല്ലാതെ 150 രൂപയുടെ ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. അത് മേളിൽ 3D ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഹൊററൊക്കെ കാണിക്കത്തില്ലേ, വീഗാലാൻഡിലൊക്കെ കാണുന്ന പോലെ ആ ഒരു സെറ്റപ്പ് ഉണ്ട് മേളിൽ. അതിൽ 150 രൂപ എടുത്ത് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന 50 രൂപയുടെ എൻട്രി ഫ്രീ ആണ്. അതുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയാൻ പറ്റുക, ഇതിനകത്തൊരു ഹിഡൻ ജെമ്മുണ്ട്. അതായത് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനകത്താണ് നമുക്ക് കാണാനുള്ള എല്ലാം, ഇതിൻ്റെ പ്രോസസ്സിങ്ങും ഇതിൻ്റെ ആ ടേസ്റ്റും കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനെപ്പറ്റി അവർ ചേച്ചി നമുക്ക് പറഞ്ഞു തരും. ഇപ്പം വട്ടവട വരുന്നവരും ഒരു 50 രൂപ മുടക്കി ഇതിനകത്ത് കയറുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. ഈ പറയുന്ന തേനീച്ചകളെ പറ്റി പഠിക്കാനും എടുക്കാനും അതിനെപ്പറ്റിയുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതെന്തായാലും അടിപൊളിയായിരിക്കും. ഇപ്പോൾ സ്ട്രോബെറി തോട്ടം കാണാൻ വന്നതാണേ. പക്ഷേ ഈ സമയത്ത് ഇവിടെ വരണ്ട കേട്ടോ, ഓഫ് സീസണാണ്. സ്ട്രോബെറി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 എണ്ണം കിളുക്കാതെ കിളുത്ത് നിൽക്കുന്നതായിട്ട് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞ നവംബർ ഡിസംബർ സമയത്താണ് ശരിക്കും വട്ടവട വരേണ്ടത്. അപ്പോഴാണ് സീസൺ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ലേ, തരിശ് ഭൂമി പോലെ കിടക്കുക. എന്നാലും അവിടെ ഇവിടെയൊക്കെ പോയി 2 സ്ട്രോബെറി എങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. ഉച്ചയ്ക്ക് അത്രയും ചൂടില്ല, രാവിലെ വൈകുന്നേരം തണുപ്പുണ്ട്. ഉച്ചയ്ക്ക് മാത്രം കുറച്ച് ചൂട്. മഴ പെയ്താലേ പച്ചക്കറി ഇടുന്ന സമയം മഴയില്ല. ഞങ്ങൾ അപ്പുറം പോയി. അവിടെ ഞാൻ പറഞ്ഞില്ല തരിശ് ഭൂമിയായിരുന്നു പറഞ്ഞില്ലേ, ഇവിടെ തരിശല്ല. എന്നാലും ആ ഒരു പച്ചപ്പ് എന്തായാലും ഈ തോട്ടത്തിൽ കാണുന്നുണ്ട്. ശരിക്കും മുന്തിരി കാണുന്നുണ്ടെങ്കിൽ ആ മലയുടെ മേളിൽ പോകണമെന്നാണ് പറയുന്നത്. മുന്തിരി അല്ല, സ്ട്രോബെറി കാണുന്നുണ്ടെങ്കിൽ അവിടെ അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി ഇവിടെ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തുമല്ലേ
അങ്ങനെ കാട്ടുപോത്തിനെ കണ്ടു. ആ പരാതി എല്ലാവരും അങ്ങ് മാറ്റി കൊടുത്തു. എന്റെ സംശയം ഫോറസ്റ്റുകാർ എന്നെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടാണെന്ന്. ആ സാധനം അവിടെ നനങ്ങുന്നില്ല, കഴുത്ത കയറൊന്നും ഇല്ലായിരുന്നു അല്ലേ സാറേ? പക്ഷെ ഭയങ്കര ക്ഷീണം, വെയില്, ചൂട് പിന്നെ ശ്വാസം വലിക്കുന്നത്. ഇപ്പൊ വെള്ളം കുടിക്കാൻ അവിടെ പോയി. ആന വല്ലതും ഉണ്ട്. ഹലോ, അപ്പോൾ ഏകദേശം നമ്മുടെ ജോലിയൊക്കെ ഏകദേശം കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സമയം നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ ആനയിറങ്കൽ ഡാമിൽ വന്നേക്കുകയാണ്. ഇവിടെ നേരത്തെ ബോട്ടിങ്, ആന, അങ്ങനെ കുറേ എന്താ പറയുക കയാക്കിങ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ എലിഫൻറ്റ് വാലി പാർക്കിലോട്ട് ഞങ്ങൾ കയറിയില്ല, നേരെ ആനയിറങ്കൽ ഡാമിലോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാറ്റുണ്ട്, കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാം, തടാകം കാണാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഫ്രീ എൻട്രിയാണ്, വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഞാനും ദൈവവും കൂടെ വന്നപ്പോഴും ഞങ്ങൾ അവിടെ മാത്രമേ 50 രൂപ കൊടുത്ത് അവിടെ കയറി. പക്ഷെ അവിടെ കയറിയിട്ട് 50 രൂപ വേസ്റ്റ് ചെയ്തല്ലാതെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വന്നിട്ടും അത് തിരക്കിട്ടാണ് കയറി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതിയോ, ഒന്നുമില്ലാന്ന് അവർ പറഞ്ഞായിരുന്നു. ബാക്കി അതിൻ്റെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളും ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാണിച്ചു തരാം. ഹൈ റേഞ്ച് വന്നു കഴിഞ്ഞാൽ ചൂടോടൊരു മാങ്ങ അല്ലേ? ഓണാക്കിയായിരുന്നു നല്ല ഓണായിട്ടൊരു മാങ്ങ ഇരിക്കട്ടെ, കാണിക്കാതെ. ചൂട് കേട്ടോ, എന്താ പറയാ, ചൂടത്ത് കഴിക്കാനേ. ഞാൻ മാങ്ങ കഴിക്കട്ടെ. ഇതാണ്ടോ റോക്ക് കേവ്, അടിപൊളി സ്പോട്ടാണത്. എടുത്തു പോണേ. എടാ അങ്ങോട്ടേക്ക് ഉണ്ടോ? ഇതൊരു ഇങ്ങനെ കയറി പോകുന്ന ഉണ്ടോ?